അരുന്ധതിയാർ ചക്കിലിയൻ സമുദായ സമിതി സംസ്ഥാന സമ്മേളനം കോട്ടയത്ത് നടത്തുമെന്ന് സമുദായ നേതാക്കൾ. പഴയ പോലീസ് സ്റ്റേഷൻ മൈതാനിയിൽ നടക്കുന്ന സമ്മേളനം സമുദായത്തിന് പുതിയ ഉണർവ് നൽകുമെന്ന പ്രതീക്ഷയിലാണ് ഭാരവാഹികൾ. സമ്മേളനത്തിന് തുടക്കം കുറിച്ച് വെള്ളിയാഴ്ച 1 മണിക്ക് കളക്ടറേറ്റ് കവാടത്തിൽ നിന്ന് വിളംബര ജാഥ നടക്കും. തുടർന്ന് 4-ന് സമ്മേളനം മന്ത്രി OR കേളു ഉദ്ഘാടനം ചെയ്യും. പട്ടികജാതി പട്ടികവിഭാഗങ്ങൾക്ക് സുപ്രീം കോടതി പ്രഖ്യാപിച്ച ഉപസംവരണം നടപ്പിലാക്കണമെന്നതാണ് തങ്ങളുടെ പ്രധാന ആവശ്യമെന്ന് ജനറൽ സെക്രട്ടറി ഡോക്ടർ S. അറുമുഖം പറഞ്ഞു. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് അരുന്ധതിയാർ ചക്കിലിയർ സമുദായ സമിതി ACSന്റെ ഒരു സംസ്ഥാന സമ്മേളനം അക്ഷര നഗരിയുടെ ഹൃദയഭാഗത്ത് കോട്ടയത്ത് നടത്തുവാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ഈ സംസ്ഥാന സമ്മേളനത്തോടുകൂടി അരുന്ധതിയാർ സമുദായത്തിന് പുതിയ ഉണർവ് ലഭിക്കുമെന്ന വിശ്വാസത്തിലും കേരളത്തിലുള്ള 14 ജില്ലയിലുള്ള അരുന്ധതിയാർ ചക്കിലിയർ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളെല്ലാം ഒന്നിച്ചുകൂടുവാനും സംയുക്തമായി ഏക ഒരു സമുദായമായിട്ട് മാറുവാനും ഈ സമ്മേളനത്തിലൂടെ സാധിക്കുമെന്ന് ഒരു തീരുമാനത്തിലാണ് സംസ്ഥാന സമ്മേളനം ഇവിടെ കോട്ടയത്ത് വെച്ച് നടത്തുന്നത്. അതുമാത്രമല്ല, ഈ കാലഘട്ടത്ത് സുപ്രീം കോടതിയിലെ വിധി ഉപസംവരണം അതിദുർബല വിഭാഗത്തിൽപ്പെട്ടവർക്ക് നടപ്പിലാക്കണമെന്ന് സുപ്രീം കോടതി ഒരു വിധി വരികയുണ്ടായി. ആ വിധിയിലൂടെ ഏറ്റവും കൂടുതൽ ആനുകൂല്യം ലഭിക്കുന്നതും ഏറ്റവും കൂടുതലൂടെ ആ വിധി നേട്ടമായി മാറുന്നതും ഈ അരുന്ധതിയാർ സമുദായത്തിനും അരുന്ധതിയാർ സമുദായത്തോടൊപ്പമുള്ള നായാടി, കല്ലാടി, മലയവടം, ചക്കിലിയർ എന്നീ സമുദായങ്ങളിലുള്ള അവർക്കുള്ള അവകാശമായിട്ടാണ് സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റ് ഞങ്ങൾ കാണുന്നത്. അത് വരവേൽക്കുകയാണ്. ഈ സമ്മേളനത്തിലൂടെ ഉപസംവരണത്തിനെക്കുറിച്ച് ഒരു പുതിയ ഉണർവൂടെ ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ തന്നെ മറ്റ് സഹോദര സംഘടനകൾക്ക് ലഭിക്കേണ്ട ഒരു ആനുകൂല്യവും തട്ടിയെടുക്കാനോ ഇല്ലെങ്കിൽ അവർക്ക് കുറഞ്ഞു പോകുവാനോ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളുടെ നിലപാട് ഉപസംവരണം ഞങ്ങൾക്ക് ലഭിക്കേണ്ട അവകാശമാണ്. രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഏതാണ്ട് 74 വർഷക്കാലമായി ഉള്ള കാലഘട്ടത്തിൽ നാളിതുവരെ യാതൊരു ആനുകൂല്യവും നാളിതുവരെ ഒരു അവകാശം ലഭിക്കാത്ത, ഒരു നന്മയും ലഭിക്കാത്ത ഒരു സമൂഹമാണ് അരുന്ധതിയാർ സമൂഹം. അവർക്ക് ഇന്ന് വരെ ലഭിക്കേണ്ട ആനുകൂല്യം പൂർണ്ണമായി ലഭിച്ചിട്ടില്ല എന്നതിൽ യാതൊരു സംശയവുമില്ല, തർക്കവുമില്ല. കാരണം വിദ്യാഭ്യാസ മേഖലയിലും തൊഴിൽ മേഖലയിലും ഇന്ന് വരെ കണ്ടുമുട്ടാത്ത ഒരവസ്ഥയാണ് ഈ സംവരണം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് സുപ്രീം കോടതി വിധി ഒരു വരദാനമാണ്. അതിന് ഞങ്ങൾ വരവേൽക്കുന്നു. സുപ്രീം കോടതി വിധി നടപ്പിലാക്കണം. ഞങ്ങൾക്ക് ഇതിലൂടെ, ഈ സമ്മേളനത്തിലൂടെ കേരളക്കരയും ഇന്ത്യയിലും ഈ അരുന്ധതിയാർ സമുദായത്തിൻ്റെ ഐക്യത്തിന് പുതിയ ഉണർവുണ്ടാകുമെന്ന വിശ്വാസത്തിൽ ഞങ്ങൾ സംസ്ഥാന സമ്മേളനം നടത്തുന്നു. അതിന് എല്ലാവിധ ദൃശ്യ മാധ്യമ സഹോദരങ്ങളുടെ സഹായവും പൊതുജനങ്ങളുടെ സഹകരണങ്ങളും ഉണ്ടാകുമെന്ന വിശ്വാസത്തിൽ തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. 15-16 കോട്ടയം പട്ടണത്ത് വെച്ച് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൽ ആദരണീയനായ പട്ടികജാതി വികസന വകുപ്പ് മന്ത്രി OR കേളു സാറാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ കേരളത്തിലെ പ്രഗത്ഭമായ MP-മാരും MLA-മാരും ജാതിമത രാഷ്ട്രീയ നേതാക്കന്മാർ, വിവിധ പട്ടികജാതി പട്ടികവർഗ നേതാക്കന്മാർ, പ്രമുഖരെല്ലാം പങ്കെടുക്കുന്ന ഒരു സമ്മേളനമാണ് ഞങ്ങളുടെ സമ്മേളനം. ആ സമ്മേളനം 15-ാം തീയതി കോട്ടയം കളക്ട്രേറ്റിൽ നിന്നും പ്രചരണ ജാഥയായിട്ട് വരികയും സമ്മേളന നഗരിയിൽ എത്തിപ്പെടുകയും 16-ാം തീയതി പിറ്റേ ദിവസം 16-ാം തീയതി പ്രതിനിധി സമ്മേളനത്തോടെ കേരളത്തിൽ ഐക്യകണ്ഠേന ഏക അരുന്ധതിയാർ സമുദായമായി 14 ജില്ലയിലുള്ള എല്ലാ സമുദായങ്ങളും ഒന്നിച്ചുകൂടി മാറുമെന്ന വിശ്വാസത്തിൽ തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഈ സമ്മേളനത്തിലൂടെ പുതിയ ഉണർവും പുതിയ മാറ്റവും അരുന്ധതിയാർ സമൂഹത്തിന് ഉണ്ടാകുമെന്ന വിശ്വാസത്തിൽ തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും. ജനറൽ സെക്രട്ടറിക്കൊപ്പം രക്ഷാധികാരി C. ശേഖരൻ, പ്രസിഡന്റ് M. മണി എന്നിവരുടെ നേതൃത്വത്തിലാണ് സമ്മേളനത്തിൻ്റെ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം.